നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളത്ത് ഫോർട്ട് കൊച്ചിയിൽ വയോധികന് മർദ്ദനം. അതായത് ഒരു മീൻ കച്ചവടക്കാരനായ വയോധികനാണ് മർദ്ദനം. ആരുടെ അടുത്തുനിന്ന് മീൻ വാങ്ങാൻ വന്ന ആരുടെ അടുത്തുനിന്ന്. എന്തിനാണെന്നറിയോ? അവന് മീൻ ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന്. കാരണം ഇവരൊക്കെ കഷ്ടപ്പെട്ട് രാവിലെ ചിലപ്പോൾ കുളത്തിലോ പിന്നെ ഈ ഇവിടെയൊക്കെ പോയിട്ട് കടലിലൊക്കെ പോയിട്ടാവും ചിലപ്പോൾ ഇത് പിടിച്ചുകൊണ്ട് വരുന്നത്, പുഴയിലൊക്കെ പോയിട്ട് ആ മീനൊക്കെ പിന്നെ ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തമ്പുരാൻ ആരാ? അവൻ ആരാത്? ഒരു മുഖ്യമന്ത്രിയുടെ മക്കൾ പോലും അല്ലെങ്കിൽ മുഖ്യമന്ത്രി പോലും പറയാത്തൊരു വർത്തമാനമാണ് അവൻ പറയുന്നത്. അവന് ഫ്രീ ആയിട്ട് ഒരു ജനങ്ങളും പിന്നെ പറയാത്തൊരു പരിപാടി. അവന് ഫ്രീ ആയിട്ട് മീൻ കൊടുക്കുക. എല്ലാ ആളുകളും വന്ന് മീൻ വാങ്ങുന്നു, അവർ മാന്യമായ പൈസയും കൊടുക്കുന്നു മീൻ എത്ര എന്നുള്ളത്. പക്ഷേ ഇങ്ങേർക്ക് ഈ ആശാന് മീൻ ഫ്രീ ആയിട്ട് വേണം. ബൈജു എന്നാണ് പറയുന്നത് ഇയാളുടെ പേര്. പക്ഷേ ഇയാൾ നിരവധി പിന്നെ അടിപിടി കേസുകളിലൊക്കെ ഇയാൾ പ്രതിയാന്നൊക്കെ പറയുന്നത്. പിന്നെ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ കേസുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ആശാൻ വന്നു. ആശാൻ ഇഷ്ടപ്പെട്ടില്ല, മീൻ ഫ്രീ ആയിട്ട് തരാൻ പറ്റത്തില്ല എന്ന് വയോധികൻ തീർത്ത് പറഞ്ഞു. ഹനീഫ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം, ഈ മീൻ കച്ചവടക്കാരൻ. അപ്പോൾ അദ്ദേഹം ഇതിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്കതൊന്ന് കാണാം. തരില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെ പരാക്രമമായിരുന്നു. ഈ പരിക്കേറ്റ വയോധികന്റെ പ്രതികരണം ആദ്യം കേൾക്കാം. ഇവരെപ്പോഴും ഭീഷണിപ്പെടുത്തലാണ്. തലക്കുന്ന വലിയ കല്ലിലടിച്ച് എന്നോട് വെറുതെ മീൻ ചോദിച്ചു, സാറേ എനിക്ക് കൊടുക്കാൻ പറ്റും, വെടിച്ചൊരു മീനാണ്, വിലക്കെടുക്കുന്ന മീനാണ്, അടുത്ത കൊടുക്കാൻ പറ്റും സാറേ. എന്നെ ഉമ്മ കുറെ വിളിച്ചു. വലിയ കല്ലി നമുക്ക് ജീവിക്കണ്ട സാറേ. ഇവനെ പോലെ തന്നെ എല്ലാ ഇതൊക്കെ അവൻ മട്ടാഞ്ചേരി പോയി പോയി. ഇവൻ മാത്രമാണ് വിദ്വാൻ. ഇപ്പോൾ പോലീസുകാരും വിളിച്ചാൽ കുടിക്കുന്നത് ആ റോഡിൽ വെച്ച്, ബീച്ചിൽ വെച്ചില്ലേ, അവിടെ നിന്നാണ് ബിയറും മതിയും കുടിക്കണവന്. അവനിവിടുത്തെ ആരാണ്? ഇതാണ് വയോധികൻ പറയുന്നത്. മനു മാത്യു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനു, ഈ പരാക്രമത്തിലേക്ക് കയ്യാങ്കളിയിലേക്ക് നീങ്ങിയ സാഹചര്യം സംബന്ധിച്ച് മനസ്സിലാകുന്നത് എന്തൊക്കെയാണ്? ശീതൽ, കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഫോർട്ട് കൊച്ചി വാസ്കോഡി ഗാമ സ്ക്വയറിന് സമീപത്ത് വെച്ച് ഈ ആക്രമണം ഉണ്ടാകുന്നത്. മീൻ കച്ചവടം നടത്തുന്ന ഹനീഫ് എന്ന 66-കാരനെയാണ് ഈ ബൈജു എന്നയാൾ ആക്രമിക്കുന്നത്. തീക്കട്ട സ്വദേശിയാണ്. മുമ്പ് തീക്കട്ട ബൈജു എന്ന പേരിൽ നിരവധി ഗുണ്ടാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും നിരവധി കേസുകൾ പ്രതിയുമായ ആളാണ് ഈ അക്രമി. അയാൾ കഴിഞ്ഞ ദിവസം മദ്യപിച്ച് വന്ന ശേഷം ഇയാളോട്, ഈ മീൻ കച്ചവടക്കാരനോട് സൗജന്യമായി മീൻ നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ അയാൾ നൽകാൻ തയ്യാറായില്ല. ഇതിന് പിന്നാലെയാണ് ആക്രമണം നടത്തുന്നത്. വയോധികന് 2 ചെവിയും ചേർത്ത് ഇയാൾ അടിക്കുകയായിരുന്നു. നിലത്ത് വീണ വയോധികന്റെ തലയ്ക്ക് കരിങ്കല്ലെടുത്ത് ഇടിക്കുകയും ചെയ്തു. അങ്ങനെ പിന്നീട് ആക്രമിക്കാൻ കണ്ടില്ലേ? അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇവൻ കല്ല് വെച്ചിട്ട് ഇടിക്കുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. നിലത്ത് കിടന്ന് കല്ലെടുത്തിട്ട് തലക്കിടിച്ചെന്നാണ് പറയുന്നത്. ആദ്യം ഇദ്ദേഹത്തിൻ്റെ 2 ചെവിടും അടക്കിയിട്ട് ചെവി അടക്കി ഇയാൾ അടിച്ചു. നല്ല ഫോഴ്സിലുള്ള അടിയാണ് അടിച്ചത്. ആ അടിയിൽ അദ്ദേഹം നിലത്ത് വീഴുകയാണ് ചെയ്തത്. നിലത്ത് വീണ് അദ്ദേഹത്തെ അവിടോട്ട് കല്ലിട്ട് ഇടിക്കുകയാണ് ചെയ്തത്, കല്ലെടുത്തിട്ട്. മനസ്സിലായില്ലേ? അത്രയ്ക്ക് ക്രൂരതയാണ്. ഇവനൊക്കെ ലഹരിയുടെ പുറത്ത് ചെയ്യുന്നതാണ്. കാരണം അവൻ മദ്യപാനിയാണ്, മദ്യത്തിൻ്റെ പുറത്താണെന്നാണ് പറയുന്നത്. ഈ മദ്യത്തിൻ്റെ പുറത്ത് എന്തും പോക്കൃത്തരയും ചെയ്യാൻ പറ്റുമോ? മദ്യത്തിൻ്റെ നല്ല മദ്യമല്ല, ഇനിയിപ്പോൾ എന്തായാലും ഡ്രഗ്സ് ആയാലും അതായാലും സ്ഥിരബുദ്ധി ഇല്ലല്ലോ, എന്തായാലും ചെയ്യാൻ പറ്റില്ല. തീരെ മോശപ്പെട്ട ഒരു പരിപാടിയാണ്. അദ്ദേഹം കച്ചവടം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹം ആ കച്ചവടം ചെയ്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ചിലപ്പോൾ വീടൊക്കെ കഴിഞ്ഞ് പോകുന്നത്. അദ്ദേഹം അതുകൊണ്ടാണ് ഉപജീവനം നടത്തുന്നത്. ഇങ്ങനെ ഒരുപാട് മീനിൻ്റെ ആളുകൾ, മീൻ കച്ചവടക്കാർ റോഡിൻ്റെ സൈഡിലും മാർക്കറ്റിലും ഒക്കെ ഇരിക്കുന്നവരുണ്ട്. കാരണം അവർ 1 കിലോ മീൻ വിറ്റ് കഴിഞ്ഞാലേ അവർക്ക് അന്നത്തെ ആ അന്നം വാങ്ങാനുള്ള, അരി വാങ്ങാനുള്ള പൈസ കിട്ടത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഇതുപോലുള്ള ഫ്രോഡുകൾ ഒക്കെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും പോലീസ് കേസെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവിടെ കിടക്കട്ടവനാണ്. കാരണം ഇങ്ങനെയുള്ള കുറേ ആളുകളുണ്ടെന്ന്. ഇപ്പോൾ എറണാകുളത്ത് തന്നെ എന്നാളിപ്പോൾ 2-3 മാസം മുമ്പ് ഉണ്ടായതില്ലേ, ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുത്തില്ല. ഹോട്ടൽ അടിച്ചു തകർത്തൊക്കെ വിവരം അറിയാമല്ലോ. അതുപോലെ മസാല ഇല്ല, ചിക്കൻ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലയിടത്തും പല ഹോട്ടലിലൊക്കെ അടിച്ചു കയർക്കുക, ഹോട്ടലുകാരെ മർദ്ദിക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു സംഗതിയാണ്. ഇവനൊക്കെ ശരിക്കും ഭ്രാന്തെന്ന് പറയും. ഇവൻ പേടിക്കാൻ ആരുമില്ലാത്ത ഒരു ഒറ്റ കുഴപ്പമുള്ളൂ, തല്ല് എവിടുന്ന് ശരിക്കും കിട്ടിയിട്ടില്ല. കാരണം ഇവനൊക്കെ ഗുണ്ടാപ്പനെടുത്ത് എല്ലാവരും തല്ലി അടിച്ചു ഒതുക്കുന്ന ഒരു പരിപാടി ഇവനൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവനെയൊക്കെ അടിച്ചു ഒതുക്കാനായിട്ട് ഒരാൾ വരണം. അത് പോലീസുകാർ ശരിക്കും ശക്തമായിട്ടൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ, സ്ട്രോങ് ആയിട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവനൊക്കെ എല്ലും മുള്ളുമൊക്കെ വേറെയൊക്കെയുള്ള പരിപാടിയൊക്കെ വേണം പോലീസുകാർക്ക് തന്നെ ചെയ്യാം. പോലീസുകാർക്ക് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. കാരണം ഇവനൊന്നും അങ്ങനെ വിട്ട് വിലസാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇതുപോലുള്ള ഒരുപാട് പാവങ്ങൾ മീൻ കച്ചവടമായിട്ട് ചെയ്യുന്നുണ്ട്. കണ്ടിട്ട് വലിയൊരു വിഷമം വരുന്ന ആ മനുഷ്യനെ കണ്ടിട്ട്. 10-65 വയസ്സ് അദ്ദേഹത്തിനുണ്ട്.
മനസ്സിലായല്ലോ? ഫ്രീ ആയിട്ട് മീൻ വാങ്ങുന്നത് ഇവനെ ഏതാശാനെ രാജാവിൻ്റെ മക്കളൊന്നും അല്ല ഫ്രീ ആയിട്ട് മീൻ. രാജാവിൻ്റെ മക്കളായാലും ഫ്രീ ആയിട്ട് മീൻ കൊടുക്കാൻ പറ്റുമോ? മീനൊരു നിശ്ചിത തുക, 1 കിലോ മീൻ ഇത്ര രൂപ എന്നുള്ളത്, അത് ഏത് മീനായാലും ആ മീനിൻ്റെ വിലയുണ്ട്. ഇപ്പോൾ മാർക്കറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ മത്തി ഉണ്ടാവും, അയല ഉണ്ടാവും, അതുപോലെ തന്നെ വത്തളുണ്ടാവും, അതുപോലെ പല വക മീനുകളുണ്ടാവും. അപ്പോൾ ഈ മാർക്കറ്റിലൊക്കെ മീൻ വെച്ചോണ്ടിരിക്കുന്നിടത്ത് ആളുകൾ അവരുടെ കച്ചവടം നടത്താനായിട്ട് അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കണം, അവരുടെ ഉപജീവനം നടന്നു പോകണം. അപ്പോൾ അതിനായിട്ടാണ് ഇങ്ങനെ ആളുകൾ മീൻ കച്ചവടം ചെയ്യുന്നത്. ഈ മീൻ അതൊക്കെ ഫ്രീ ആയിട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? ഇവരെ തന്ത ഉണ്ടാക്കി വെച്ചതാണോ ഈ മീനൊക്കെ? അല്ലല്ലോ. തന്ത സമ്പാദിച്ച മുതലൊന്നും ഇല്ല. കടലിൽ നിന്നോ അല്ല പുഴയിൽ നിന്ന് പിടിക്കുന്ന മീനൊന്നും മാർക്കറ്റിൽ പോയിട്ട് അവിടുന്ന് ഫ്രീ ആയിട്ട് വാങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്മാരെ ലാശമൊക്കെ നാണോ മാനോ ഒക്കെ വേണ്ടേ? ഫ്രീ ആയിട്ടൊക്കെ മീൻ ചോദിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ തരത്തില്ല എന്ന് പറഞ്ഞ് അയാളുടെ കാര്യം പറഞ്ഞു. നമ്മൾ കടലിൽ നിന്നും പാടത്തുനിന്നും പുഴയിൽ നിന്നൊക്കെ ചിലപ്പോൾ മീൻ പിടിക്കുന്നുണ്ടാവും. അതൊക്കെ ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് വരത്ത് ഇവന് ഫ്രീ ആയിട്ട് കൊടുത്തത് നാളെ ഇവനത് സ്ഥിരം ഈ പരിപാടി തന്നെ തുടരും. പിന്നെ മറ്റന്നാൾ വരുമ്പോൾ വേറൊരാൾ ചോദിക്കും അവന് മാത്രമേ എന്നാ മീൻ സപ്ലൈ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്, ഞങ്ങൾക്ക് എന്നാ മീൻ ഫ്രീ ആയിട്ട് തരത്തില്ലേ ചോദിക്കും. അതിനെ നിങ്ങൾ അവനും കൂടി എന്തായാലും പ്രത്യേക കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അതാണ് ഇന്നത്തെ ആളുകൾ. മീൻ ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. മീൻ ഫ്രീ ആയിട്ട് കൊടുക്കാനല്ല പറഞ്ഞ്. അങ്ങനെ അഥവാ കൊടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം അവൻ കടം പറഞ്ഞ് മീൻ വാങ്ങിക്കഴിഞ്ഞാലും പിറ്റേ ദിവസം അവൻ വന്നിട്ട് അതേപോലെ ഇന്ന് പൈസ ഇല്ല കേട്ടോ, എല്ലാം കൂടി വാങ്ങിയിട്ട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് തരവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി തരത്തില്ല. ലാസ്റ്റ് ഇപ്പം പറയാം തരാൻ ഇപ്പം അടുത്തില്ല എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ് ശരിയാണ്, ലോക്യം പരിചയമൊക്കെ ഉണ്ടാവും ചിലപ്പം. ഇനി പരിചയം ഇല്ലെങ്കിൽ തന്നെ അവൻ അത് പറയേണ്ട കാര്യം എന്താ? മീൻ ഫ്രീ ആയിട്ട് തരാനേ. ശരി എന്നാൽ നിർത്തുന്നു. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.